നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് വഴി ആശ്വാസവും സമാധാനവും കൃതാർത്ഥതയും വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കും. ഉപരിപഠനത്തിൽ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്ദേശിച്ച വിദ്യാലയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നത് വഴിയും ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പലർക്കും നിലവിലുള്ള ജോലിയിൽ ഇനി ജോലി സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൊഴിലധിഷ്ഠിതമായുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പുരോഗതിയില്ലാത്ത കർമ്മമണ്ഡലങ്ങൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നടത്തിവരുന്ന പല കർമ്മമണ്ഡലങ്ങളും നിർത്തലാക്കി പുതിയതായുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനം ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. അമിത വേഗതയുള്ള വാഹന ഉപയോഗം ആവുന്നതും ഈ ഒരു മാസത്തിൽ നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. അമ്മയ്ക്ക് അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി, അതായത് മാതൃബന്ധികൾക്കും മാതാവിനും ഒരേപോലെ അസുഖങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ അന്യനാട്ടിലോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കും. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാൻ തീരുമാനിക്കും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. പുണ്യതീർത്ഥ ഉല്ലാസ യാത്രകൾക്ക് അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇന്റർവ്യൂ മുതലായവയിലെല്ലാം തന്നെ തൃപ്തികരമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. വികസിത രാഷ്ട്രത്തിലേക്ക് സകുടുംബം സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതിക്ക് അപേക്ഷകൾ സ്വീകരിക്കുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത് ഫീസ് അടയ്ക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനുവേണ്ടി തയ്യാറാകുവാനും ഇടയുണ്ട്. സ്വന്തം നിലയിലും മറ്റുള്ളവർക്കും ഒരേപോലെ നേട്ടമുണ്ടാകുന്ന പല കർമ്മമണ്ഡലങ്ങളൊക്കെ വിഭാവനം ചെയ്യുവാനിടവരുമെങ്കിൽ പോലും സ്വന്തം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ച് നേട്ടം ഉണ്ടാവാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ട് സമൂഹത്തിന് വേണ്ടി ഉപകാരപ്രദമായുള്ള രീതിയിൽ സംയുക്തമായിട്ട് ചെയ്യുന്ന കർമ്മമണ്ഡലങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകുവാനും ഉപദേശങ്ങൾ നൽകുവാൻ വിധത്തിൽ പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കുവാൻ അവസരം വന്നു ചേരും. പൂർവികമായിട്ടുള്ള സ്വത്ത് രേഖാപരമായിട്ട് ലഭിക്കുവാൻ അവസരം വന്നു ചേരും. ചെറിയ രീതിയിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാൻ സാധ്യത കാണുന്നുണ്ട്. കാർഷികമായിട്ടുള്ള വിളവെടുപ്പ് അനുകൂലമായി തീരുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരം വന്നു ചേരും. അവിസ്മരണീയമായിട്ടുള്ള നേട്ടം എല്ലാ മേഖലകളിലും വന്നു ചേരുന്നത് വഴി നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാൻ സാധ്യതയുണ്ട്. വിജ്ഞാനപ്രദമായുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനിടവരും. അഭൂതപൂർവമായിട്ടുള്ള വളർച്ച ഉണ്ടാകും എന്ന ധാരണയോടുകൂടി കഴിഞ്ഞ 1 വർഷമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ മെയ് മാസം മുതൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിക്ക് ഉതകുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങൾ വിപുലമാക്കുവാനും അന്വേഷണങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും മേലധികാരി ചെയ്തു വെച്ചതായിട്ടുള്ള അബദ്ധങ്ങൾ തിരുത്തുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ എല്ലാ കാര്യങ്ങളും ഉടമസ്ഥരെ രേഖാപരമായിട്ട് ധരിപ്പിക്കുന്നത് വഴി ഈ മെയ് മാസത്തിന് ശേഷം ഉന്നത പദവിയോടുകൂടി ഒരു വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കാൻ അവസരം വന്നു ചേരും.
സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസത്തിനായിരിക്കാം, അഥവാ വിവാഹം മംഗളകർമ്മങ്ങൾക്കൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. ഒരുപക്ഷെ ഒരു സംയുക്തമായിട്ട് ചെയ്യുന്ന ദാനധർമ്മങ്ങൾക്ക് സഹകരിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്, അങ്ങനെ അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാനിടയുണ്ട്. ഇതാണ് അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മെയ് മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ വ്യക്തിത്വത്തിന് യോജിക്കുന്ന വിധത്തിൽ കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാൻ അവസരമുണ്ടാകുന്നത്, സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിൽ നന്നായിരിക്കും. പലപ്പോഴും കഴിഞ്ഞ 1-2 വർഷമായിട്ട് തൊഴിൽ മേഖലകളിൽ കഠിനാധ്വാനം ചെയ്യുകയും ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ പുതിയതായിട്ടുള്ള പല ആശയങ്ങളും വന്നു ചേർന്നിരുന്നു. എന്നാൽ പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു ഫലപ്രാപ്തിയും ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും കഴിഞ്ഞ 2 വർഷവും ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഈ മനസ്സിലുദ്ദേശിക്കുന്ന കർമ്മമണ്ഡലങ്ങളിൽ തൃപ്തികരമായിട്ടുള്ള രീതിയും ഫലപ്രാപ്തി നേടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും ഉപദേശവും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശങ്ങളും ഇതിന് ഉപോത്ബലകമായി തീരും. മെയ് മാസം മുതൽ പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. ആത്മാർത്ഥ സുഹൃത്തിന് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിടവരും. മാസത്തിന്റെ 2ാമത്തെ പകുതിയിൽ അമ്മയ്ക്ക് അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് പലപ്പോഴും ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ ഒരു ദയനീയാവസ്ഥ പരിഹരിക്കുവാനായിട്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അധിവസിച്ചു വരുന്ന ഗൃഹത്തിന്റെ സമീപത്തുള്ള വീട് വാടകയ്ക്ക് എടുക്കുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. പലപ്പോഴും വ്യർത്ഥമായിട്ടുള്ള പല വ്യാമോഹങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് മാനസികമായിട്ടുള്ള സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുവാനിടയുണ്ട്. പലപ്പോഴും ഉറക്കക്കുറവ് അനുഭവപ്പെടുക, ദേഹപരമായിട്ടുള്ള വിമ്മിഷ്ടങ്ങൾ, സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാവുക. ഇതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളാണ്, രക്തസമ്മർദ്ദത്തിന്റെ ആധിക്യമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്കവണ്ണം ഭക്ഷണ ക്രമീകരണത്തിന് തയ്യാറാകുവാൻ ഇടയുണ്ട്. വിലപ്പെട്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും ആജ്ഞാനുവർത്തികളിൽ നിന്നും, അതായത് സഹപ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള ചില കർമ്മമണ്ഡലങ്ങളെ പറ്റിയിട്ട് വിഭാവനം ചെയ്യുവാൻ ഇടവരും. ജീവിത നിലവാരം വർദ്ധിച്ചു വരുവാനിടയുള്ളത് കൊണ്ട് 2025 ഒടുവിൽ അല്ലെങ്കിൽ 2026 പകുതിയിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഭൂമി വാങ്ങിക്കുവാനോ, ഒരു പക്ഷേ 2026 പൂർത്തീകരിക്കുന്ന ഗൃഹം വാങ്ങിക്കുവാനോ അതിന് തക്കവണ്ണം പ്രാഥമികമായിട്ടുള്ള സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാൻ സാധ്യതയുണ്ട്. അനന്ത സാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളെ പറ്റി അന്വേഷിക്കുവാനും അതിനോട് ബന്ധപ്പെട്ടതായുള്ള ഒരു പാഠ്യപദ്ധതിക്ക് ചേരുവാനുമുള്ള അവസരം, ഒരുപക്ഷെ ജോലി ഉപേക്ഷിക്കാതെ സായാഹ്ന വേളയിലും ഞായറാഴ്ചകളിലുമുള്ള ക്ലാസ് കണക്കിനായിരിക്കാം, അങ്ങനെ അവസരത്തെ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഇതിനോട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ ഒരു ഇതര ഭാഷ, വിദേശ ഭാഷ കൂടി പഠിക്കാനുള്ള ഒരു അവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രാരംഭത്തിൽ സ്വല്പം വിമിഷ്ടാവസ്ഥകളും മനസ്സമാധാനക്കേടൊക്കെ ഉണ്ടാകുമെങ്കിലും അന്തിമമായിട്ട രീതിയിൽ പരീക്ഷകളെല്ലാം ഭംഗിയായിട്ട് എഴുതുവാൻ സാധിക്കുന്നതുമാണ്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും ഇതിന് ഉപോത്ബലകമായി തീരുവാനിടയുണ്ട്. സ്വന്തം നിലപാടിൽ നിന്നും വ്യതിചലിക്കാതെ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ആധുനിക സംവിധാനവും പൗരാണിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ അവസരം വന്നു ചേരും. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖാപരമായിട്ട് അപാകതകളുണ്ടോ, അപര്യാപ്തതകളുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ. പലപ്പോഴും കഴിഞ്ഞ 2-3 വർഷത്തിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥാവിശേഷം സംജാതമാകുവാനിടയുണ്ട്.
അർപ്പണ മനോഭാവത്തോടു കൂടിയതായുള്ള ആശയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സൽകീർത്തിയും വന്നു ചേരും. അപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനിടവരും. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാവുകയും ഇനി മുതൽ 2-3 മാസം കഴിഞ്ഞിട്ട് മിക്ക ദിവസങ്ങളിലും അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുന്നത് വഴി അതെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കുന്നതുമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പല വിധത്തിലുള്ള പ്രലോഭനങ്ങളിൽ നിന്നും പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും ബന്ധുമിത്രാദികളുടെ പരിഗണന സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ അവരെ സാമ്പത്തികമായിട്ട് സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കാൻ അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. നീതിന്യായങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിയമസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കും. പലപ്പോഴും പല കാര്യങ്ങളിലും ചില സംശയാസ്പദമായുള്ള സാഹചര്യങ്ങൾ പ്രാരംഭത്തിൽ ഉണ്ടാകുമെങ്കിൽ പക്ഷെ എല്ലാം തന്നെ വളരെ കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി വളരെ ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും ഈ ചതയ നക്ഷത്രക്കാർക്ക് വന്നു ചേരുവാനിടയുണ്ട്.